ഹായ് അസ്സലാമു അലൈക്കും. കുറേ ആൾ ചോദിച്ച ഒരു കാര്യമാണ് മുട്ടപ്പം എങ്ങനെയാണ് എണ്ണയിലിട്ടാൽ പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ നല്ല പോലെയില്ലേപ്പാ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ല, അങ്ങനെയും ചെയ്യുന്നത് എങ്ങനെയെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഓർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് മുട്ടപ്പത്തിൻ്റെ. അപ്പോൾ മുട്ടപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവാ. ഈ ഒരു മുട്ടപ്പം എന്ന് വെച്ചെങ്കിൽ എൻ്റെ തന്നെ റെസിപ്പിയാവാം. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇടയില്ല ഒരു ബൗള് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പില്ല മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കില്ലേ ഇതെന്ന് വെച്ചെങ്കിൽ ഒരു 5-6 മുട്ടക്കുള്ള ഒരു മെഷർമെൻ്റ് ആവാം ഞാനിപ്പോൾ പറയുന്ന. ഇനിയിലേക്കില്ല 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് വേണ്ടതില്ലെങ്കിൽ അരിപ്പൊടി. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി മുട്ടപ്പത്തിൽ ഇങ്ങനെ പിട്ട് ഇങ്ങനെ മാവില്ല ഇങ്ങനെ പിടിക്കുന്നില്ല, ഇളയിട്ട് വരുന്നു, അങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു മുട്ടപ്പത്തിൻ്റെ റെസിപ്പിയാവാ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്തിന്. പിന്നെ കറിവേപ്പില, അപ്പോൾ അതും ഞാനൊരു 4-5 തണ്ടെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതേ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിന്. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്താൽ. ഇനിയെന്ന് വെച്ചെങ്കിൽ വെള്ളം ഇങ്ങനെ കുറേശ്ശെ കൂട്ടിയിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു വിസ്ക് മറ്റോ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ വിസ്ക് ഞങ്ങൾക്ക് പരുത്തിയിട്ട് കാണുന്നില്ല, അങ്ങനെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാകെ ഒഴിച്ചിട്ട് കൊടുത്തുവിടാം വെള്ളം, കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല പോലെ കട്ടയില്ലാത്ത ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണോ. അപ്പോൾ ഒന്നാകെ ഒഴിച്ച് കൊടുത്തെങ്കിൽ അത് കട്ട തന്നെ ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ കട്ടയെല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ട് കിട്ടും. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നല്ല ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ പിട്ടിങ്ങനെ ആക്കാൻ മാവ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ, അപ്പോൾ കുറച്ച് ഇങ്ങനെ തിക്കായിട്ട്, അപ്പോൾ ലൂസാകാൻ പാടില്ല, തിക്ക് തന്നെ വേണം. എന്നിട്ടായിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ടനെ ഞാൻ ഒരു മുട്ടനെ 4 പീസ് പോലെ ആക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു മുട്ടനെ 2 പീസ് പോലെ ആക്കിയിട്ട് എണ്ണക്കിടാൻ നോക്കണ്ട, എപ്പോഴും നമ്മൾ 4 പീസാക്കിയിട്ട് ഇടാൻ നോക്കണം. അപ്പോൾ എണ്ണയിലിട്ടിട്ടാകുമ്പോൾ പൊട്ടുന്നതെല്ലാം കുറയും. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കണവാ. പിന്നെ ഈ 4 പീസിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണുമ്പോൾ എന്തോ ഒരു പാങ്ങന്നെ മുട്ടപ്പോൾ ഈ വലിയ 2 പീസ് കാണുമ്പോൾക്ക് അത് കാണാനും പാങ്ങില്ല, ഒരു എണ്ണയിലിട്ടങ്ങ് മുട്ട പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ആക്കുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. അപ്പോൾ ഒരു മുട്ടനെ 4 പീസാക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കുന്നത് ഞാൻ എവിടുന്ന് കണ്ടതെന്ന് വെച്ചെങ്കിൽ എൻ്റെ അനിയത്തീൻ്റെ പൊരക്ക് പോയിട്ടാകുമ്പോൾ അനിയത്തീൻ്റെ മാപ്പിളുടെ ഉമ്മ ഇങ്ങനെ ഞങ്ങൾക്കൊരുക്കോ മുട്ടപ്പം ചുട്ട് തന്നിന്. അപ്പം ഞാൻ പഠിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് തന്നെ. അതുപോലെ പുള്ളന്മാർക്കെല്ലാം കൊടുത്തെങ്കിൽ വേറെ ഒന്നുമില്ല, മുട്ടയെല്ലാം വേറെ എന്തോ ഒരു സോങ്ങൽ നാറ്റല്ലേ. ഇങ്ങനെയല്ല ഒരു മുട്ട 4 കഷ്ണമാക്കുന്നതുകൊണ്ടില്ല ഒരു ഉപകാരം എന്ന് വെച്ചെങ്കിൽ ഒരു മുട്ടപ്പം എടുത്തിട്ട് ഒറ്റ വായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കടിച്ചിട്ട് വേറാനും പെരുങ്ങാനും ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ എന്താക്കി, ഈ മുട്ട എല്ലാം പൊങ്ങിയാനെല്ലാം 4 കഷ്ണമെല്ലാം ആക്കിയിട്ടായിട്ട് ഈ പിട്ടിലിട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കണം. അപ്പോൾ ഈ പിട്ടിൽ ഇട്ട് കൊടുക്കുന്ന വെച്ചെങ്കിൽ നമ്മൾ എണ്ണയ്ക്ക് എത്ര ഇടുന്നു അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ പിട്ടിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നല്ല പോലെ എണ്ണ ചൂടായിട്ട് വേണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെക്കണം. പെട്ടെന്ന് നല്ല ചൂട്ടിലിട്ട് കൊടുത്തെങ്കിൽ മുട്ട അടിയിൽ നമ്മളെ പാനിൻ്റെ അടിയിൽ പറ്റി പിടിക്കുകയൊന്നുമില്ല. നോൺ സ്റ്റിക്കിലല്ല, സ്റ്റീലിൻ്റെ, പറ്റി പിടിക്കുകയൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് അപ്പം തന്നെ എളിയിട്ട് വരികയും ചെയ്യും. അപ്പം അങ്ങനെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. എനിക്ക് ഇതെല്ലാം ഒരുക്കന്നെ എണ്ണയിലിടാനകത്ത് തന്നെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിന്. എപ്പോഴും ഇല്ലേ പിട്ട് ലൂസാവാൻ നോക്കണ്ട, എപ്പോഴും തിക്കായിട്ട് തന്നെ വേണോ പിട്ട്.
അപ്പോൾ അന്നെങ്കിലേ മുട്ടപ്പം നേരാവുള്ളൂ. കണ്ടാതാ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തതിനുകൊണ്ട് നമ്മളെ മുട്ടപ്പം അടിയിലൊന്നും പിടിച്ചിട്ടാ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് കോരിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യമൊന്നും തിരിച്ചു മറിച്ചൊന്നും ഇടയില്ല. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മറ്റേ സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾക്കില്ലേ എണ്ണയിലപ്പം ചുട്ടിട്ടാകുമ്പോഴേ അതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇത് അപ്പം ഇല്ലേ ഈ മുട്ടപ്പം തന്നെവാ. അപ്പോൾ അത് ചൂടാൻ എല്ലാവർക്കും പേടിയായിരിക്കുമോ, മുട്ടപ്പം പൊട്ടിത്തെറിക്കുന്നല്ലേ. അപ്പോൾ ഇല്ലേ മുട്ടപ്പം ചുടുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു പേടി ആർക്കും വേണ്ട. ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. പിന്നെ മുട്ടയിൽ മാവ് പിടിക്കുന്നില്ല എന്നല്ല കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. ഓർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ള. കണ്ട ഈ മുട്ടയിൽ എത്ര മാവ് പിടിച്ചിട്ടുണ്ട് നോക്കിയാൽ. നമ്മൾ എപ്പോഴും മുട്ടപ്പം ചുടുമ്പോൾ ഒരു മുട്ട 4 കഷ്ണമാക്കി ചുടണം. അന്നെങ്കാന്ന് മുട്ടപ്പം നല്ല ചേലിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണവാ. നല്ലൊരു അടിപൊളി ടേസ്റ്റ്. പിന്നെ എന്ന് വെച്ചെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണവാ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഒന്ന് ഷെയർ ആക്കിയിട്ടും കൊടുക്കണം. പിന്നെ ഇല്ല എൻ്റെ ചാനൽ ആരെങ്കിലും കാണാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ല അതൊന്ന് ഓൾ എനേബിൾ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണവാ. അപ്പോൾ എൻ്റെ മറ്റേ എന്താ പറയുന്ന വ്ളോഗില്ലേപ്പാ ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് എനിക്ക്, അതും കൂടി എല്ലാവരും സപ്പോർട്ടാക്കണവാ. പിന്നെ വെച്ചെങ്കിൽ അതിൽ വ്ളോഗ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ള, ഇതിൽ കുക്കിങ്ങും അങ്ങനെയായിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ചാനൽ ഞാൻ അടുത്ത് സ്റ്റാർട്ടാക്കിയിട്ടുള്ളതാണ്, മറ്റത് കുറേ ആയി. അപ്പോൾ എല്ലാവരും 2 ചാനലും സപ്പോർട്ടാക്കണം.